السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിത്യജീവിതത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ദുആ ദിക്റുകളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഠന പരമ്പരയിൽ ഇതിനകം കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഉറങ്ങുവാൻ പോകുന്ന സന്ദർഭത്തിൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചൊല്ലിത്തീർക്കേണ്ടുന്ന ദുആകളും ദിക്റുകളുമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക്, അതുപോലെ തന്നെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനൊക്കെ പഠിപ്പിച്ചു കൊടുത്ത, നമുക്കെല്ലാവർക്കും സുപരിചിതമായ, ചൊല്ലുവാനും നിർവഹിക്കുവാനും ഒക്കെ വളരെ എളുപ്പം പറ്റാവുന്ന, എന്നാൽ വലിയ മഹത്വമുള്ള, പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിക്റിനെ സംബന്ധിച്ചാണ്, ഉറങ്ങും മുമ്പ് നമ്മൾ നിർവഹിക്കേണ്ടുന്ന ആ ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് ഒരിക്കൽ മകളായ ഫാത്തിമ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയുമാണല്ലോ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അവിടുത്തെ വീട്ടിലേക്കെത്തി. തസ്അലുഹു ഖാദിമൻ, ഫാത്തിമ ബീവിയുടെ ആവശ്യം എന്താണ്? ഒരു വേലക്കാരനെ തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലുള്ള ഏതെങ്കിലും ഒരു അടിമകളെ വീട്ടിൽ ജോലിയൊക്കെ ചെയ്ത് കൈയൊക്കെ തഴമ്പ് പൊട്ടിയിട്ടുണ്ട്, വീട്ടിലുള്ള പ്രവർത്തനങ്ങൾ, മാവ് കാസുകല്ല് തിരിച്ചിട്ട് വീട്ടിലുള്ള പണികളൊക്കെ ചെയ്തിട്ട്, വീട് വേല ചെയ്തിട്ട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ശാരീരികമായി കുഴങ്ങിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരാളൊന്ന് ഹെൽപ്പിന് കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ള നിലക്ക് ബാപ്പയുടെ സമീപത്തേക്ക്, മുസ്തഫയുടെ സമീപത്തേക്ക് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കയറി ചെല്ലുകയാണ്. ആ സമയത്ത് അവിടെ നബിതങ്ങളില്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണുള്ളത്. സംഭവം അവരോട് പറഞ്ഞു. അപ്പോൾ നബിതങ്ങൾ വന്നാൽ വിവരം പറയാമെന്നും പറഞ്ഞു. അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഈ വിവരം അവരെ ധരിപ്പിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? വേഗം, മകളിങ്ങനെ ആവശ്യപ്പെട്ടതല്ലേ, മകളെ തേടി പുറപ്പെട്ടു. അങ്ങനെ മകളും മരുമകനും കൂടെ കിടക്കുന്ന അവരുടെ ആ കൊച്ചു മുറിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തി. അവർക്ക് രണ്ടാൾക്കും അരികിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയോട് ചോദിക്കണം, മോളെ, എങ്ങനെ നീ വന്ന് ആവശ്യപ്പെട്ടത് ഞാൻ അറിഞ്ഞു, എന്നാൽ അലാ ഉഖ്ബിറുക്കി, ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ, മാഹുവ ഖൈറുൽ ലക്കി മിൻഹു, ഒരു വേലക്കാരനെ ഞാൻ നിനക്ക് നിശ്ചയിച്ച് തരുന്നതിനേക്കാളൊക്കെ നിനക്ക് ഉത്തമമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് ആ ആമുഖത്തോടുകൂടി അള്ളാഹുവിൻ്റെ റസൂല് നിർദ്ദേശിച്ച നിർദ്ദേശമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെന്താ? തുസബ്ബിഹീനല്ലാഹ ഇൻദ മനാമിക സലാസൻ വസലാസീൻ, നീ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ അള്ളാഹുവിനെ നീ പുകഴ്ത്തുക, തസ്ബീഹ് ചൊല്ലുക 33 വട്ടം സുബ്ഹാനല്ലാഹ്, വതഹ്മദീനല്ലാഹ സലാസൻ വസലാസീന, അൽഹംദുലില്ലാഹ് 33 തവണ ചൊല്ലുക, വതുകബ്ബിരീനല്ലാഹ അർബഅൻ വസലാസീന, 34 വട്ടം അല്ലാഹു അക്ബർ എന്നും ചൊല്ലുക. അപ്പം 100 എണ്ണമായില്ലേ? അങ്ങനെ നീ നിർവഹിച്ചാൽ അതാണ് നിനക്ക് ഏറ്റവും, ഞാനൊരു ഖാദിമിനെ, ഒരു വേലക്കാരനെ വീട്ടുവേലക്ക് സഹായിയായി നിശ്ചയിച്ചു തരുന്നതിനേക്കാളും നിനക്ക് നല്ലത് അതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളോടും മരുമകനോടും ഒക്കെ അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ സംഭവം കേട്ടതിൻ്റെ ശേഷം നമുക്ക് ഈ സംഭവം പറഞ്ഞു തരുന്ന മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫമാ തറക്തുഹാ ബഅദു, നബിതങ്ങളിൽ നിന്ന് ആ ഒരു സംഭവം ദിക്ർ ഞങ്ങൾ പഠിച്ചതിൻ്റെ ശേഷം, അത് കേട്ടതിൻ്റെ ശേഷം ഒരിക്കലും ഞാൻ പിന്നെ അത് ഉപേക്ഷ വരുത്തിയിട്ടില്ല. ഒരു രാത്രിയിലും അത് പറയാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, വലാ ലൈലത്ത സിഫീൻ, സിഫീൻ യുദ്ധം നടക്കുന്ന രാത്രിയിൽ നിങ്ങൾ വളരെ എൻഗേജ്ഡ് ആയിരുന്നല്ലോ, മാനസികമായും ശാരീരികമായും ഒക്കെ നിങ്ങൾ വളരെ തിരക്ക് പിടിച്ച, വല്ലാത്തൊരു മാനസികാവസ്ഥയിലും, അതുപോലെ തന്നെ ഒരു യുദ്ധമുഖത്തുള്ള തലേ ദിവസത്തെ ഒരു കമാൻഡറുടെ മാനസികാവസ്ഥ, തിരക്ക്, എല്ലാവർക്കും അറിയാലോ, മനുഷ്യർ തിരക്കുള്ള സമയത്ത് ചെയ്യേണ്ട പല കാര്യങ്ങളും ഒഴിവാക്കുമല്ലോ, അതിൻ്റെ ഗൗരവം കൊണ്ട് അതൊന്നും ചിന്തയിൽ വരാതാവുമല്ലോ. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത്, ഏറ്റവും അങ്ങേക്ക് പ്രയാസകരമായ തിരക്കുള്ള ഒരു രാത്രിയായിരുന്നല്ലോ സിഫീൻ യുദ്ധത്തിൻ്റെ തലേന്നുള്ള രാവ്, അന്നും നിങ്ങൾ ഉപേക്ഷ വരുത്താതെ ഈ ദിക്ർ ചൊല്ലിയോ? മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, അതെ, വലാ ലൈലത്ത സിഫീൻ, സിഫീനിൻ്റെ രാത്രിയിലും ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല എന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക,
എത്രത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണിത്. നമുക്കിതുകൊണ്ട് യാതൊരു പ്രയാസവുമില്ല ഇത് നിർവഹിക്കുവാൻ. ആർക്കാണ് ഉറങ്ങുന്നതിൻ്റെ മുമ്പ്? പക്ഷെ ഇത് പറയാതാക്കും ഇബ്ലീസ്. അതുകൊണ്ട് ഇത് കിടന്നു ചൊല്ലാതിരിക്കലാ പലപ്പോഴും നല്ലത്, ഇരുന്ന് ചൊല്ലലാ നല്ലത്. കാരണം കിടന്നാൽ പിന്നെ ഇത് 33 ആകുമ്പോഴേക്ക് പിന്നെ എണ്ണം തെറ്റി ചിലപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോകും. അതുകൊണ്ട് അത് ഇരുന്ന് നിർവഹിക്കുക, 100 പ്രാവശ്യം തന്നെ അത് നിർവഹിക്കുവാൻ ഇവിടെ പറഞ്ഞല്ലോ. അത് നമ്മൾ ചെയ്യുക. വിധങ്ങൾ ചോദിക്കുന്നത് എന്താണ്? ഇതിനേക്കാൾ ഒരു ഖാദിമിനെ തരുന്നതിനേക്കാളും ഖൈറായ കാര്യം പറഞ്ഞു തരട്ടെയോ എന്നാണ് ചോദിക്കുന്നത്. അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയിൽ കൂടുതൽ താല്പര്യമുണ്ടാക്കിയ ചോദ്യമാണ്. കൂടുതൽ താല്പര്യമാണ് മുത്ത് മുസ്തഫായുടെ ആ ചോദ്യം ഫാത്തിമ ബീവിയിൽ ഉണ്ടാക്കിയത്. അവരത് കേട്ടതിൻ്റെ ശേഷം ഒരിക്കലും അവർ ഉപേക്ഷ വരുത്തിയില്ല എന്നല്ലേ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അല അന്ന മിൻ ഫളായിലി ദിക്രി, ദിക്റിന്റെ ശ്രേഷ്ഠതകളിൽപ്പെട്ടതാണ് വ ഫവായിദിഹിൽ അളീമ, അതിൻ്റെ വലിയ പ്രയോജനങ്ങളിൽപ്പെട്ടതാണെന്ത്? കേവലം പരലോകത്ത് നമുക്കതുകൊണ്ട് പ്രയോജനം കിട്ടുന്നു എന്നതിൻ്റെ പുറമെ അന്നഹു യുഅ്തി ദാകിറ, ദിക്റുകൾ ഉരുവിടുന്ന ഈ വിധത്തിലുള്ള ദിക്റുകളൊക്കെ ചൊല്ലുന്ന ഒരു മനുഷ്യന് കിട്ടും ഖുവ്വതൻ ഫീ ബദനിഹി, ശാരീരികമായിട്ട് ആരോഗ്യം കിട്ടും. വസിഹത്തിഹി, അവൻ്റെ ആരോഗ്യത്തിൽ വർധനവുണ്ടാകും. വനശാത്തിഹി, ജീവിതത്തിൽ നല്ല ഉത്സാഹവും ഉന്മേഷവും ഉണ്ടാകും. വഹിമ്മത്തിഹി, നല്ല മനക്കരുത്ത് കിട്ടും എന്നൊക്കെ അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദിക്റു യുഅ്തി ദാകിറ ഖുവ്വതൻ, ദിക്ർ ചൊല്ലുന്നവന് നല്ല കരുത്ത് കിട്ടും ശാരീരികമായി തന്നെ. ഹത്താ ഇന്നഹു ലയഫ്അലു മഅ ദിക്രി മാ ലം യുത്ഖ് ഫിഅലഹു ബിദൂനിഹി, ദിക്റില്ലാതെ നടക്കുന്ന ആളുകൾക്ക് കിട്ടുന്നതിനേക്കാളുള്ള ഒരു പവറും ശക്തിയും അവരുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും ജോലികൾക്കും ഡ്യൂട്ടികൾ ചെയ്യുവാനുമുള്ള ശാരീരികമായ കരുത്തും മാനസികമായ കരുത്തും കൂടി ചില ദിക്റുകൾ കൊണ്ട് ലഭ്യമാകുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണം എന്നാണ്. മാത്രമല്ല, തൻ്റെ ഗുരുവര്യനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കൂടി നമ്മൾ കേൾക്കണം. വഖദ് ശാഹത്തു, എനിക്ക് നേരിൽ ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട്, മിൻ ഖുവ്വത്തി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയുടെ ശാരീരികമായ ശക്തി ഞാൻ നേരിട്ട് കണ്ടയാളാണ്. ഫീ മശിയത്തിഹി, അദ്ദേഹത്തിൻ്റെ ആ നല്ല ശക്തമായ ചുവടുവെപ്പുകൾ, നടത്തം. വ കലാമിഹി, നല്ല വോയിസ്, നല്ല പവറുള്ള നല്ല സൗണ്ടിലുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം. വ ഇഖ്ദാമിഹി വ കിതാബത്തിഹി അംറൻ അജീബൻ, അദ്ദേഹത്തിൻ്റെ എഴുത്ത് ലേഖനം, അദ്ദേഹം കിതാബുകൾ രചിച്ചത് എത്രയാണ്. ജയിലിൽ കിടന്നിട്ട് പോലും, അദ്ദേഹം മരണപ്പെടുന്നത് ജയിലിൽ വെച്ചാണ്. ജയിലിൽ കിടന്നിട്ട് പോലും അവസാന നാളുകളിൽ ഇന്ന് നമുക്ക് വാള്യങ്ങളിൽ വായിച്ചു തീർക്കാവുന്ന ഗ്രന്ഥങ്ങളാണ് ജയിലറയിൽ കിടന്നുകൊണ്ട് പോലും മഹാനവറുകൾ എഴുതിയിട്ടുള്ളത് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അലി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തന്ന, അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഈ ദിക്ർ ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് പറഞ്ഞിട്ട് പറയാണ് എന്ത്? ഇതൊക്കെ ജീവിതത്തിൽ നിത്യമാക്കുന്ന ആളുകൾക്ക് ഒരു വേലക്കാരുടെ ആവശ്യം ഉണ്ടാവില്ല. അവനവൻ്റെ കാര്യങ്ങൾ അവരവർക്ക് തന്നെ സ്വയം ചെയ്യുവാൻ കഴിവുള്ള വിധത്തിലുള്ള ഒരു പവറും ശക്തിയും മനക്കരുത്തും ശാരീരികമായ ബലമൊക്കെ ഉണ്ടാക്കുവാൻ സാധ്യമാകുന്നൊരു ദിക്ർ കൂടിയാണത്. നമ്മുടെ സഹോദരിമാരും ഒക്കെ മനസ്സിലാക്കിയിരിക്കണം. ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഇതൊക്കെ നിർവഹിക്കുന്നതിലൂടെ വീട് വേല ചെയ്ത് തളർന്നിട്ടുള്ള തളർച്ചയൊക്കെ ഈ ദിക്റുകളിലൂടെ പരിഹാരമുണ്ട് എന്നുകൂടി നമ്മൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മളതൊക്കെ നിർവഹിച്ചാൽ, മുസ്തഫ മോളോട് പറഞ്ഞതാണല്ലോ, വീട് വേലയ്ക്ക് നിനക്കൊരു വീട്ടിനൊരു ജോലിക്കൊരു സഹായിയെ വെക്കുന്നതിനേക്കാളൊക്കെ നിനക്കിതാണ് ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതൊക്കെ നമ്മുടേതായ ജീവിതത്തിലും നമുക്ക് വലിയ ഗുണപാഠമാണ് പഠിപ്പിച്ചു തരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും, എന്ത് തിരക്കുണ്ടെങ്കിലും ഇതൊന്നും നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഇത് നിഷ്പ്രയാസം നമുക്ക് പറയാനാകുന്ന കാര്യമാണല്ലോ, ഒഴിവാക്കാതിരിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ വളരെ കണിശതയും ഉന്മേഷവുമൊക്കെ നിലനിർത്തുവാൻ സാധ്യമാകുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.